ഞാൻ വെറുമൊരു ഉണക്കവൃക്ഷമാണെന്ന് ഷണ്ടൻ പറയാതിരിക്കട്ടെ. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രീപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായൊരു സ്മാരകവും നാമവും നൽകും. ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത്. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായ റോസായുടെ മൂന്നാം കര എന്ന പ്രഖ്യാതമായൊരു ചെറുകഥയുണ്ട്. പുഴയോരത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് തൻ്റേതായ ചില കാരണങ്ങൾ കൊണ്ട് ഗൃഹനാഥൻ ഒരു കൊച്ചു വഞ്ചി തുഴഞ്ഞ് ഇങ്ങനെ പുഴ ഉള്ളിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഒരിക്കലും അയാൾ വീട്ടിലേക്ക് വരുന്നില്ല. അയാളെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ആകർഷിക്കാനുള്ള ബന്ധുക്കളുടെ മുഴുവൻ ശ്രമവും പരാജയപ്പെടുന്നു. ഒടുവിൽ അത്തരമൊരു സാഹചര്യത്തോട് ബന്ധുക്കളും സമരസപ്പെടുന്നു. വല്ലപ്പോഴുമൊക്കെ അയാൾ തീരത്തേക്ക് വരും. രാത്രിയുടെ തിരസ്കരണിക്ക് മുന്നിൽ നിന്നുകൊണ്ട് വീട്ടുകാരെ വെച്ചിട്ട് പോകുന്ന ഭക്ഷണം കഴിക്കും. അങ്ങനെ വാർദ്ധക്യത്തിലെത്തിയ അച്ഛൻ. മകന് അച്ഛനോടൊരു പാഷനുണ്ട്. വയോധികനായ അച്ഛന് ഇനിയും ഇങ്ങനെ പുഴയിൽ നിൽക്കാനാവില്ല എന്നറിഞ്ഞ് അവൻ്റെ നിരന്തരമായ പ്രേരണകളിൽ, ഇനി താൻ വഞ്ചി തുഴയാമെന്നുള്ള അവൻ്റെ വാഗ്ദാനങ്ങളിൽ കുറേ കാലത്തിന് ശേഷം പകൽ വെളിച്ചത്തിൽ മകൻ്റെ അടുക്കിലേക്ക് അച്ഛൻ വഞ്ചി തുഴഞ്ഞു വരികയാണ്. പെട്ടെന്ന് ആ വഞ്ചി തുഴഞ്ഞു വരുന്ന അച്ഛനെ കണ്ടിട്ട് മകൻ വല്ലാതെ ഭയന്നു. അവൻ്റെ തന്നെ ഭാഷയിൽ പുഴയുടെ മൂന്നാം കരയിൽ നിന്ന്, പുഴയ്ക്ക് രണ്ട് കരയെ സാധ്യമുള്ളൂ, അല്ലെങ്കിൽ ഇക്കര അല്ലെങ്കിൽ മറുകര, മൂന്നാം കരയിൽ നിന്ന് വരുന്ന ഒരാളെ കണക്ക് അച്ഛനെ അനുഭവപ്പെട്ടു. അങ്ങനെ മകൻ നിലവിളിച്ചുകൊണ്ട് ഭയന്ന് പിന്നോട്ട് ഓടുകയാണ്. ഇത് വല്ലാത്തൊരു ചിത്രമാണ്. ഇരുകരയിലും പെടാതെ പോകുന്ന മനുഷ്യര്, മൂന്നാം കരയിൽ പെട്ടുപോയ മനുഷ്യര്. പലരും ആ വിശേഷണത്തിന് അർഹതയുള്ളവരാ. എന്നാലും എനിക്ക് തോന്നുന്നു ഉഭയ പ്രത്യേകതകളുള്ള ആ ഒരു സ്വത്വമുള്ള തേർഡ് ജെൻഡർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മനുഷ്യര്, ആണിനും പെണ്ണിനും ഇടയിൽ പെട്ടുപോയ മനുഷ്യര്, അവർ നിശ്ചയമായിട്ടും ഈ മൂന്നാം കരയിൽപ്പെട്ടവരാ. നിർഭാഗ്യവശാൽ നമ്മളിങ്ങനെയുള്ള ആരെയും സംബോധന ചെയ്യുന്നില്ല. ഒരു ന്യൂനഗണത്തെ സംബോധന ചെയ്യാന്നുള്ളത് നമ്മുടെ ശീലമോ ജീവിതത്തിൻ്റെ ഭാഗമോ ഒന്നുമായിട്ടിപ്പോൾ മാറുന്നില്ല. സഭയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക് പോലും നിരക്കുന്നതല്ല അത്തരം ചില നമ്മുടെ ഭംഗിയില്ലായ്മകളാണ്. സഭ കാത്തലിക് എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ഒരു സഭയുടെ പേരായിട്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിക്ഷണറിയിൽ കാത്തലിക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പരിശോധിക്കുക, യൂണിവേഴ്സൽ എന്നതിൻ്റെ അർത്ഥം. ഇങ്ങനെ മുഴുവൻ ലോകത്തെയും, പഴയ കവിതയിലൊക്കെ പറയുന്നതൊക്കെ എല്ലാവർക്കും ഇടമുള്ള ആ വിരിവാർന്ന ഭൂമി എന്നൊക്കെ പറയുന്നതൊക്കെ മുഴുവൻ ലോകത്തെയും ഉൾക്കൊള്ളാനായിട്ട് കെൽപ്പുള്ള ഒരു അനുഭവത്തിൻ്റെ പേരായിരിക്കുന്ന സഭ. അങ്ങനെയാണ് ഇതിങ്ങനെ കാത്തലിക് ആവേണ്ടത്, യൂണിവേഴ്സൽ ആവേണ്ടത്. വേദപുസ്തകത്തിൽ അതിൻ്റെ സൂചനകളിലൊക്കെയാണ് ഈ കാര്യങ്ങൾ ആരംഭിക്കുന്നത് പോലും. ലോകത്തിൻ്റെ അതിരുകളിലേക്ക് പോവുക, ഇങ്ങനെ എല്ലാ തരം മനുഷ്യർക്കും അവർ പ്രത്യേകതകളോട് ഇടം കൊടുക്കാൻ പറ്റുന്നൊരു മനസ്സുള്ള, വിശാലതയുള്ള ഒരു മനോനിലവാരം, മനോവ്യാപാരം. എന്തൊക്കെ സൂചനകളാണ്! 153 മത്സ്യം കുരുങ്ങുന്ന ആ വലയെന്നൊക്കെ പറയുന്നത് ആ നിശ്ചയമായിട്ടും എല്ലാവർക്കും ഇടം കൊടുക്കുന്ന സഭയുടെ ചിത്രമാണ്. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആകാശത്ത് ഇറങ്ങി വരുന്ന കൊട്ട, ആ കൊട്ടയിൽ എല്ലാത്തരം ജീവജാലങ്ങളുമുണ്ട്. അതിങ്ങനെ വിവിധ ആ പ്രത്യേകതകളുള്ള മനുഷ്യരുടെ പ്രതീകമായിരിക്കുന്ന എല്ലാത്തരം ജീവജാലങ്ങളും. എന്നിട്ട് പത്രോസിനോട് പറയുകയാണ്, ഇത് ഭക്ഷിക്കുക. പത്രോസ് പറയുന്നു, നല്ലത് മാത്രമേ ഞാൻ ഭക്ഷിക്കാറുള്ളൂ, ശുദ്ധമായത് മാത്രമേ ഞാൻ ഭക്ഷിക്കാറുള്ളൂ. അപ്പോൾ ആകാശത്ത് നിന്ന് ആ പരമചൈതന്യത്തിൻ്റെ തിരുത്തൽ വരികയാണ്, ഞാൻ സൃഷ്ടിച്ചതിനെ നല്ലതെന്നും ചീത്തയെന്നും വേർതിരിക്കാൻ നിന്നെ ആരാ ഏൽപ്പിച്ചത്? നീ ഇതിനെ സ്വീകരിക്കുക. അത്രയും വിശാലമായ അനുഭവത്തിൻ്റെ പേരാണ് സഭ. നിർഭാഗ്യവശാല അത്തരം പ്രേരണകൾ ഇപ്പോൾ സജീവമല്ലെന്ന് തോന്നുന്നു. സഭ ഒരു ആതുരാലയമാണെന്നൊക്കെ പറയുമ്പോൾ യേശു പറഞ്ഞ ആ വാക്കിൻ്റെ ഒക്കെ ആ കൃത്യമായ പൊരുൾ നമ്മൾ പാലിക്കുന്നുണ്ടെന്നതിനെക്കുറിച്ച് ഓരോരുത്തരും ഒന്ന് നെഞ്ചി കൈവച്ച് ചിന്തിക്കേണ്ട വൈകിയ നിമിഷം. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് പറയുക. എന്നിട്ടോ നമ്മുടെ കാലത്ത് വൈദ്യർക്ക് രോഗികളോട് താല്പര്യമില്ല.
ആരോഗ്യവാന്മാർക്ക് പിന്നെയും പുഷ്ടി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ആ പുതിയ കാലത്തിന്റെ ആതുര ക്രമങ്ങൾ തന്നെയാണ് എല്ലാ ആലയങ്ങളിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് വല്ലാത്ത ഭാരം തരുന്ന ഒന്നാണ്. ഒരു കൊച്ചുദാഹരണത്തിനായിട്ട് ഒരു കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു വിടുന്നു, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നു. കാരണം കുട്ടി പഠിക്കുന്നില്ലെന്നുള്ള. ഒരു കുട്ടിയെ പഠിക്കാത്തതിന്റെ പേരിൽ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം രോഗം കടുത്തതിന്റെ പേരിൽ ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വിടുക എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പൊ നമുക്ക് ഇപ്പോൾ രോഗികളോട് താല്പര്യമില്ല. നമുക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ ആരോഗ്യമുള്ള മനുഷ്യരോടാ മമത. പുതിയ ഇടയസങ്കല്പങ്ങളിൽ ഈ 99 ആടിനെ വിട്ടിട്ട് ഒരാടിനെ അന്വേഷിച്ചു പോകുന്ന ആ പഴയ കഥയൊന്നും അത്ര വിലപ്പോകുന്നുമില്ല. ആ 99 ആടുകൾ ഭാഗ്യവാന്മാർ കടന്നുപോയ ഒന്ന് അതിന്റെ വിധിയിലായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അഭിമുഖീകരിക്കട്ടെ എന്ന മട്ടിൽ കാര്യങ്ങൾ പോകുന്നു. ബസൈദ കൊള്ളക്കടവിലെ കണക്ക് ഇങ്ങനെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന, വലിയ മാറ്റങ്ങൾ നടക്കുന്ന ഒരു കൊള്ളത്തിന്റെ പടവുകളിൽ ചങ്ങാതിമാരില്ലാത്തത് കൊണ്ട് മാത്രം ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കാൻ കെൽപ്പില്ലാതെ പോകുന്ന കുറെ അധികം ഗണം മനുഷ്യരെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല, സംബോധന ചെയ്യുന്നില്ല. അതിനകത്ത് ആദിവാസികളുണ്ട്, ദളിതരുണ്ട്, പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മളിപ്പോൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ആ ഒരു സെക്സ്വൽ ഐഡന്റിറ്റി കൃത്യമായിട്ട് ആണെന്നോ പെണ്ണെന്നോ വിവേചിക്കാൻ അറിയാത്ത നോമാൻസ് ലാൻഡിൽ പെട്ടുപോകുന്ന മനുഷ്യര് എന്തൊരു കൊടിയ വിഷമങ്ങളുടെ ഭാരങ്ങളുടെ ആയിരിക്കും അവർ കടന്നു പോവുക. ഒരു ചെറിയ ശാരീരിക വൈകല്യം പോലും നമ്മളെ എന്തുമാത്രം അലട്ടാറുണ്ട്. കൈയൊന്ന് ഒരു വാതിലിനിടയപ്പെട്ട് ചതഞ്ഞു. ഞാൻ വിചാരിക്കുന്നു ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ബോധപൂർവം അല്ലെങ്കിൽ പോലും എത്ര പ്രാവശ്യമാണ് ആ ഒരു ചതഞ്ഞ വിരലിലേക്ക് വിട്ടു നോക്കുക. ചെറിയ ചെറിയ ശാരീരിക വൈകല്യങ്ങൾ പോലും നമ്മളിങ്ങനെ ഭാരപ്പെടുത്തുമ്പോൾ വല്ലാത്ത മാനസികവും ശാരീരികവുമായ പ്രതിസന്ധിപ്പെട്ടു പോയൊരു മനുഷ്യര് അവരനുഭവിക്കുന്ന കഠിന സമ്മർദ്ദം, അവരുടെ വേദന, അവരുടെ നിസ്സഹായത, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഒരു പൊതുസമൂഹത്തിന്റെ സ്നേഹത്തിനും കരുതലിനും പരിഗണനയ്ക്കുമൊക്കെ വിധേയപ്പെടാതെ പോവുക? അവരെല്ലാ കാലങ്ങളും ഉണ്ടായിരുന്നു, ചരിത്രത്തോടൊപ്പം അവരുണ്ട്. കണ്ടെത്തിയിട്ടുള്ളൊരു ഏറ്റവും പഴക്കമുള്ള മൃതശരീരത്തിന്റെ ശേഷിപ്പുകൾ എന്ന് കരുതാവുന്ന ഒന്ന് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് കണ്ടെത്തിയ ഏകദേശം 2800 BC പഴക്കമുള്ള ഗുഹാമനുഷ്യന്റെ ആ ഒരു സ്കെൽട്ടൺ, അതിന്റെ പ്രത്യേകതകളൊക്കെ പഠിക്കുന്ന പുതിയ കാലത്തിന്റെ പഠനങ്ങൾ പറയുന്നത് അത് യുഭയ ലൈംഗികതയുള്ള ഒരു മനുഷ്യന്റെ മൃതശരീരമാണെന്ന് പറയുക. അതിനർത്ഥം ആ ചരിത്രത്തോടൊപ്പം ഉണ്ടായിരുന്നു. ബൈബിളിലുണ്ട്, പലയിടങ്ങളിലായിട്ട് ആ റെഫറൻസ് ഉണ്ട്. ഇതിനകത്ത് നിശ്ചയമായിട്ട് ഈ രാത്രിയിൽ നിങ്ങൾ എടുത്തു വായിക്കേണ്ട ഭാഗം ഏശയ്യ 56. ഇതിനകത്ത് സ്വയം ഉണക്കമരമെന്ന് പറയുന്ന ഷണ്ട, നീ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ പുത്രന്മാരെക്കാളും പുത്രിമാരെക്കാളും നീ എനിക്ക് സ്വീകാര്യമാണെന്നൊക്കെ പറയുന്ന വലിയ സാന്ത്വനത്തിന്റെ, വലിയ എംപവറിങ്ങിന്റെ വാക്കുകൾ നമ്മൾ വായിച്ചു കേൾക്കും. ഏശയ്യ 56 നിശ്ചയമായിട്ട് രാത്രി വായിക്കണം. അങ്ങനെ ബൈബിളിനോടൊപ്പം ചരിത്രത്തിനോടൊപ്പം കാലത്തോടൊപ്പം ഇവരുണ്ടായിരുന്നു. എല്ലാ ദേശങ്ങളിലെയും പുരാണങ്ങളിലും മിത്തുകളിലും ഒക്കെ അവരുണ്ട്. നമ്മുടെ അർത്ഥനാരീശ്വര സങ്കല്പങ്ങള്, നമ്മളുടെ ലക്ഷ്മി നാരായണ സങ്കല്പങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഈശ്വര രണ്ടംശമുള്ള, രണ്ട് ദ്വന്ദ്വാംശങ്ങളുള്ള, ദ്വന്ദ്വാത്മാവുള്ള ദൈവസങ്കല്പങ്ങളൊക്കെ രാമായണത്തിൽ കൃത്യമായൊരു നിരീക്ഷണമുണ്ട്. ഇങ്ങനെ 14 വർഷത്തെ അലച്ചിലിന് ശേഷം രാമൻ വരുമ്പോൾ ഈ വനത്തില് വല്ലാത്ത ചില പ്രത്യേകതകളും ഒക്കെ ആയിട്ട് ഒരു സംഘം മനുഷ്യര് രാമനെ ഇങ്ങനെ മുമ്പിൽ നിൽപ്പുണ്ട്. അപ്പൊ രാമൻ ചോദിച്ചു, നിങ്ങൾ ആരാ? അവര് പറഞ്ഞു, അങ്ങ് വനത്തിലേക്ക് പോയപ്പോൾ അങ്ങയുടെ പിന്നാലെ വരാൻ തയ്യാറായ വലിയ ആൾക്കൂട്ടത്തിൽ ഞങ്ങളുണ്ടായിരുന്നു. എന്നാൽ അങ്ങ് ഉൾവനങ്ങളിലേക്ക് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പുരുഷന്മാര് അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളുമായിട്ട് തിരികെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകും, രാജപുരിയിലേക്ക് മടങ്ങിപ്പോകും. അതോടുകൂടി ഞങ്ങളുടെ കാര്യം വല്ലാത്ത നിസ്സഹായതയിലായി. കാരണം ഞങ്ങൾ ഇതിനിടയിൽപ്പെട്ടു പോയ മനുഷ്യൻ. അപ്പൊ ഇതിനിടയിൽപ്പെട്ടു പോയ മനുഷ്യണ്ട്, അവരവിടേക്ക് പോകാനാ. കാറ്റും മഴയും മഞ്ഞും കൊണ്ടുമൊക്കെ അവര് മടങ്ങി വരുമ്പോൾ അവർ ആർക്കു വേണ്ടിയാണോ ജീവിച്ചത് അവര് പോലും അവരെ തിരിച്ചറിയാതെ പോകുന്നു. ആരോടാണ് അവർ വിശ്വസ്ത പുലർത്തുക? വലിയ വിശ്വസ്തതയുള്ള ഒരു സമൂഹമൊക്കെ ആയിട്ടാണ് ഈ തേർഡ് ജെൻഡറിനെ ഗണിക്കപ്പെടുക. അതുകൊണ്ടൊക്കെ ആയിരുന്നു പഴയ കാലങ്ങളിലൊക്കെ ഇങ്ങനെ അന്തഃപുരങ്ങളിലും കൊട്ടാരങ്ങളിലും ഒക്കെ ഏറ്റവും വിശ്വസ്തമായ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരുന്ന ഇവരെ, ദൂത് കൊടുത്തു വിടുന്ന ഇവരെയാണ്
രാജ്ഞിക്ക് കാവലായി നിൽക്കുന്നവരെയാണ്. അന്തഃപുരങ്ങളിലെ കാവലാളുകൾ ഇവരാണ്. ഓരോരോ മത്സരങ്ങൾക്കകത്ത് വിദ്യാളികളായിട്ട് നമ്മുടെയൊക്കെ ഭാഷ റഫറിയൊക്കെ ആയിട്ട് മാറുന്നവരാണ്. അങ്ങനെ കൃത്യമായിട്ടൊരു ചരിത്രമുള്ളൊരു സമൂഹമാണ് ഈ പറഞ്ഞ കൂട്ടര. എന്നിട്ടും അവരെ കുറിച്ച് നമ്മുടെ ധാരണ എന്താ? ഒരു ഇതിനിടയിൽ തന്നെ വർക്ക് ചെയ്യുന്ന, ഇവർക്ക് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യുന്ന ഹിജറ തുടങ്ങിയ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുക. ആ വാക്കിന്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗോത്രം വിട്ടുപോയതെന്നല്ല അർത്ഥം. ഏത് മാനവകുലത്തിന്റെ ഏത് ഗോത്രത്തില് സ്ത്രീയെന്നും പുരുഷനുമായിട്ട് നമ്മൾ കൃത്യമായിട്ട് വേർതിരിച്ചിട്ടുള്ള ഇങ്ങനെ കൃത്യമായിട്ട് ചതുരംഗക്കളി കണക്കാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വിഭജിക്കുക. എപ്പോഴും നമുക്കിങ്ങനെ കൃത്യമായ ദ്വന്ദ്വമുണ്ട്. ഇരുട്ടും പ്രകാശവും, അല്ലെങ്കിൽ കറുപ്പും വെളുപ്പും. പക്ഷെ ഇതിനിടയിൽ എന്തുമാത്രം സാധ്യതകളുണ്ട്. സന്ധ്യ എന്ന് പറയുന്നത് എന്താണ്? അതിങ്ങനെ പകലിനും ഇരുട്ടിനും ഇടയിലുള്ളൊരു ഘട്ടമല്ലേ. ചാരനിറം എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ കറുപ്പിനും വെളുപ്പിനും ഇടയിലുള്ള നിറമല്ല. അപ്പൊ അതിനിടയിലുള്ള സാധ്യതകൾ നമ്മളിങ്ങനെ മറന്നുപോകും. പ്രൊക്ടാറ്റിസിന്റെ കട്ടിൽ കണക്കാ. അങ്ങനെ ഒരു മിത്തുണ്ടല്ലോ. ഒരു സത്രത്തിനകത്ത് ഒരു കട്ടിലുണ്ട്, വളരെ ഉപചാരത്തോട് വളരെ ഇങ്ങനെ ആതിഥ്യ മര്യാദയുള്ള ഒരു സത്രക്കാരൻ അതിനകത്തുണ്ട്. ആ വഴിക്ക് ആര് പോയാലും അയാളെ ഈ സത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും, എന്നിട്ട് ഈ കട്ടിൽ കിടത്തും. പക്ഷെ ഒരു ദുഷ്ടത്തരമുണ്ട്. ഈ വന്ന ആള് കുറിയ മനുഷ്യനാണെങ്കിൽ ഈ കട്ടിലോളം വലിച്ച് നീട്ടി അയാളെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തെടുക്കും. എന്തോ ആ മനുഷ്യന് വന്ന ആൾക്ക് ഇങ്ങനെ ഈ കട്ടിനേക്കാൾ നീളമുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാലം മുറിച്ച് കട്ടിന് തുല്യമാക്കും. അങ്ങനെ നമുക്ക് കൃത്യമായ ചില ഡിവിഷൻസ് ഉണ്ട്, കൃത്യമായ ചില കാറ്റഗറി ഉണ്ട്. അതിന് നിരക്കാത്തതിനൊക്കെ നമ്മളിങ്ങനെ അപൂർണമാണെന്ന് വിളിക്കുക. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ പൂർണ്ണ സങ്കല്പങ്ങൾ തന്നെ മാറേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് ഈ ഹിജറകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, അവർക്ക് വേണ്ടി തന്നെ വളരെ പാഷനേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റർ ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇവരെ അഡ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, റൈറ്റ് മൈൻഡ് ഇൻ എ റോങ് ബോഡി. റൈറ്റ് മൈൻഡ് ഇൻ എ റോങ് ബോഡി എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ നല്ലതുപോലെ പഠിച്ചൊരു വ്യക്തി തിരുത്തി, നോ, റൈറ്റ് മൈൻഡ് ഇൻ എ റൈറ്റ് ബോഡി. ആര് പറഞ്ഞു ഇതൊരു തെറ്റായ ശരീരമാണെന്ന്? വൈകല്യങ്ങളൊക്കെ തെറ്റായിട്ട് നമ്മൾ ഗണിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കാലത്തിനകത്ത് ആ നാസി ഭരണകൂടമൊക്കെ നടത്തിയ അവർ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള സിദ്ധാന്തവുമായിട്ട് ഈ കാര്യങ്ങൾ ഒത്തുപോകുക. അവർ പറയുന്നത് ഇങ്ങനെ ഒരു വൈകല്യമുള്ളവർക്ക് ജീവിക്കാൻ പാടില്ല. നമ്മുടെ പൂർണ്ണസങ്കല്പങ്ങൾ നിരക്കാത്ത കാര്യങ്ങളൊക്കെ വൈകല്യം എന്ന് വിളിക്കുക. അതിന് പൂർണ്ണസങ്കല്പങ്ങളായിട്ട് പൊരുത്തപ്പെടാത്തത് കൊണ്ടാണ് നിലനിൽക്കാൻ അവകാശമില്ലെന്നൊക്കെ നിശ്ചയിക്കുന്ന ആരാണ്? ഓർമ്മിച്ച് നോക്കണം. ചെറിയൊരു സ്കിൻ്റെ ചെറിയൊരു കണ്ണിനൊരു വിശകുണ്ടെങ്കിൽ പോലും ജീവിക്കാൻ അർഹതയില്ലെന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു, ഹിറ്റ്ലറാണ്. ഒരു അപാകതയില്ലാത്ത മനുഷ്യന്. ഈ പൂർണ്ണത എന്ന് പറയുന്ന സങ്കല്പം എന്താ? വിശേഷം പുതിയ നിയമത്തിന്റെ പൂർണ്ണ സങ്കല്പം എന്നൊക്കെ പറയുന്ന ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ടത്. ഒരു കാര്യത്തിന്റെ ഒരു സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട്, ടെക്സ്ചറുമായി ബന്ധപ്പെട്ട്, അതിന്റെ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഉണ്ടാകുന്ന ഒരു ലക്ഷ്യം. അതിന്റെ അർത്ഥം ഓട്ടോ എന്ന് പറയുന്നതും ഈ പറയുന്ന തീവണ്ടി എന്ന് പറയുന്നതും ഒക്കെ ഇങ്ങനെ സഞ്ചാരത്തിന് വേണ്ടിയുള്ളത് തന്നെ. പക്ഷെ ഓട്ടോയുടെ സ്ട്രക്ചർ അല്ല തീവണ്ടിയുടെ. ഓട്ടോയ്ക്ക് ഇണങ്ങിയ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയാൽ മതി. നമ്മുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് പുതിയ നിയമത്തിലെ പൂർണ്ണത. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊതുവെ അപൂർണമെന്ന് കരുതുന്ന എല്ലാത്തിനെയും യേശു ചേർത്ത് പിടിച്ചു. പഴയ നിയമസങ്കല്പം അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു ആട്ടിൻകുട്ടിയെ അർപ്പിക്കണമെങ്കിൽ അതിനകത്ത് ഒരു വൈകല്യങ്ങളും പാടില്ല. അങ്ങനെയൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാമെങ്കിൽ അതിനെ രോമം കത്തിരിക്കാൻ പാടില്ല, നഖം ഒടിഞ്ഞു പോകാൻ പാടില്ല, കൊമ്പൊടിയാൻ പാടില്ല. ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പരിശോധിക്കാൻ തന്നെ ഒരു സംഘം പുരോഹിതന്മാരുണ്ടായിരുന്നു. ഒരു കൃത്യമായിട്ട് അതിന്റെ ഒരു കുറവുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അല്ല, യേശു ആവട്ടെ ഇങ്ങനെ മുടന്തനായ ആട്ടിൻകുട്ടിയെ ചേർത്ത് പിടിച്ച ആളാ. മുടന്തനായ ആട്ടിൻകുട്ടിയെ, കൂടുവിട്ട് പോകുന്ന കുഞ്ഞാടിനെയൊക്കെ അന്വേഷിച്ചു പോകുന്ന ആളാ. അപ്പൊ പുതിയൊരു സങ്കല്പം ഈ പൂർണ്ണസങ്കല്പം കൊണ്ടാണ്. അതിന്റെ അർത്ഥം പൂർണ്ണ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് വാക്കല്ല, ഒരു ക്വാളിറ്റേറ്റീവ് വാക്കാണ്. ഓരോരുത്തരും അവരവർക്കിണങ്ങിയ മട്ടില് ചില കാര്യങ്ങളെ ഭംഗിയാക്കാന്നല്ലാതെ മറ്റെന്താ. പലപ്പോഴും തോന്നുന്നു ഈ പൂർണ്ണത എന്ന് കരുതുന്ന മനുഷ്യനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അപൂർണതയുള്ള മനുഷ്യരാണ് ലോകത്തിൽ എന്തെങ്കിലും ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ പൂർണ്ണ പുരുഷൻ എന്ന് പറയുന്നത് എന്താ? പൂർണ്ണ പുരുഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പോരാടാനും ഇങ്ങനെ സ്വന്തമാക്കാനും കീഴ്പ്പെടുത്താനും മത്സരങ്ങളിൽ ഏർപ്പെടുന്നതൊക്കെ ഒരു മനുഷ്യനാണ് ഈ പൂർണ്ണ പുരുഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ പുരുഷന്മാരൊന്നും അങ്ങനെ ആവാത്തതിന് കാരണം അവരിങ്ങനെ കൃത്യമായ സ്ത്രൈണാംശം ഉള്ളത് കൊണ്ടാണ്. ആരും അത്ര പുരുഷനും അല്ല, അത്ര സ്ത്രീയും അല്ല. അതുകൊണ്ടാണ് ഭൂമിയിൽ ഈ മനുഷ്യർക്ക് ഇത്രയും ഭംഗിയായിട്ട് ജീവിക്കാനാവുക. അല്ലാതെ ഇങ്ങനെ വളരെ ടൈറ്റായൊരു വാക്കായിട്ട് നമ്മൾ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുന്നാൽ പിന്നെ അതിനകത്ത് ഭംഗിയില്ല. കുട്ടികളോട് പറയുന്ന ആ കഥ കണക്ക്, ആ ചിന്നിയ കുടവും നല്ല കുടത്തിന്റെയും കഥ കണക്ക. രണ്ട് കുടങ്ങള്
ഒരു മുളയുടെ ഇരുവശങ്ങളിലായിട്ട് കെട്ടി പുഴയിൽ നിന്ന് ഇങ്ങനെ വയലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന കൃഷിക്കാരൻ. ഒരു കുംഭം, പൂർണ്ണ കുംഭം, ഒരു തുള്ളി പോലും പുറത്ത് കളയാനില്ല. എന്നാൽ മറ്റേ കുംഭമായിട്ട് ഇങ്ങനെ ചിന്തി കൊടും. അതിന് ഭയങ്കര സങ്കടമാണ്. എന്നിട്ട് എന്തുകൊണ്ട് തന്നെ ഉപേക്ഷിക്കുന്നില്ലെന്നൊരു വിഷമം അത് കുടത്തിനുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം യജമാനോട് പറയുന്നുണ്ട്, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിക്കുന്നില്ലേ? നീ എടുത്തോണ്ട് വരുന്ന വെള്ളത്തിന്റെ ഇങ്ങനെ 4 പോലും ഈ വയലിലെത്തിക്കണില്ല. അപ്പോൾ വളരെ വിവേകമുള്ള, വളരെ പ്രകാശമുള്ള ഈ കൃഷിക്കാരൻ ചിന്നികുടത്തോട് പറഞ്ഞു, ചിന്നികുടമേ, നീ വരുന്ന വഴിത്താരം നോക്ക്. ചിന്നികുടം അത് വരുന്ന വഴിത്താരം നോക്കി ആ വഴിത്താരം മുഴുവൻ എന്നെ പൂവിട്ടിരിക്കുക. പല നേരങ്ങളിൽ ഈ ചിന്നിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീണ് 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 ഈ ഒരു വശം മുഴുവൻ ഇങ്ങനെ പൂന്തോട്ടമായി മാറിയിട്ടുണ്ട്. എന്നിട്ടോ പൂർണ്ണകുംഭത്തിന്റെ വഴിയിൽ ഒരു പുൽനാമ്പ് പോലും മുളച്ചിട്ടില്ല. അപ്പോൾ ഈ പരിപൂർണനായ മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മിഥ്യാധാരണയാണ്. എല്ലാവർക്കും ഈ ഭൂമിയിൽ നിൽക്കാൻ ഇടമുണ്ട്. ആ ബുദ്ധകഥയിൽ പറയുന്ന കണക്ക് ഒരു മുഴുവൻ മുണ്ടനം ചെയ്യപ്പെട്ട ഒരു കാട്, അതിനകത്ത് ഒരു വൃക്ഷം മാത്രം ബാക്കിയുണ്ട്. അപ്പൊ ഗുരു പറഞ്ഞു, ഈ വൃക്ഷം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഈ വൃക്ഷം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കളിപ്പാട്ടം പോലും ഉണ്ടാക്കാനായിട്ട് പറ്റാത്ത വൃക്ഷം, ഇതിന് കാമ്പില്ല. അപ്പോ ഗുരു പറഞ്ഞു, അപ്പൊ ഉപയോഗമില്ലായ്മ കൊണ്ട് ചില ഉപയോഗം ഉണ്ടല്ലേ. എല്ലാത്തിനും ഈ വലിയ ഭൂമിയിൽ ഇടമുണ്ട്. യേശയ്യായിൽ കൃത്യമായിട്ട് ആ പ്രവാചകൻ പറയുന്ന കണക്ക് താൻ സ്വയം ഉണക്കവൃക്ഷമാണെന്ന് കരുതുന്ന ആ ഷണ്ടൻ, അയാൾ അറിയണം, എൻ്റെ പുത്രന്മാരെക്കാളും പുത്രിമാരെക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ബൈബിള് പറയുന്ന ആ വലിയ പ്രകാശം, ബൈബിള് ചേർത്ത് പിടിക്കുന്ന ആ വലിയ വിശാലത, ബൈബിള് നമുക്ക് വെച്ച് കിട്ടുന്ന ആ വലിയ വിശാലത, അതിലോട്ടൊക്കെ ആ ഹൃദയം കൊണ്ട് പ്രവേശിക്കാനായിട്ടൊരു പ്രകാശം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥനയാണ്. യേശു ഭംഗിയായിട്ട് ഇതിനെ നിരീക്ഷിക്കുന്നുണ്ട്. തൻ്റെ കാലത്ത് ഇത്രയും ഭംഗിയായിട്ട് നിരീക്ഷിച്ച ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് യേശു അങ്ങനെ പറയുന്നത്, 3 തരം ഷണ്ടന്മാരുണ്ട്. ഒരു കൂട്ടരിങ്ങനെ ജന്മനാൽ തന്നെ, ബൈ ബർത്ത്, നേരത്തെ പറഞ്ഞ കണക്ക് ഇങ്ങനെ ആണിനും പെണ്ണും ഇടയിൽ പെട്ടുപോയ മനുഷ്യരാണ്, റൊമാൻസ് ലാൻഡിൽ പെട്ടുപോയ മനുഷ്യരാണ്. തങ്ങളുടെ ആ സത്ത എന്തെന്ന് നിശ്ചയിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യരാണ്. അവരുടെ സ്ട്രഗിളൊക്കെ ഒത്തിരി ഇടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ കുറെ ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വിശേഷിച്ചും അർദ്ധനാരി എന്ന് പറയുന്നൊരു ചിത്രം, പിന്നെ നമുക്കറിയാം ബംഗാളിൽ നിന്ന് ഉള്ള കുറേയധികം ചിത്രാംഗത തുടങ്ങിയ ചിത്രങ്ങള്, ഇതൊക്കെ ഒരു അനുബന്ധ വായനയുടെ ധ്യാനത്തിന്റെ ഭാഗമായിട്ട് കണ്ടു നോക്കുന്ന നല്ലതാണ്. അതിനിടയിൽ ഇത്തരം മനുഷ്യരുടെ ഫ്യൂണറൽ സർവീസിനെ കുറിച്ചൊരു വല്ലാതെ വിഷമിപ്പിക്കുന്ന ചിത്രമുണ്ട്. ഒരു ചിത്രീകരണമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഇവരിങ്ങനെ സ്വയം നടന്നു പോകണം. സ്വയം നടന്നു പോകാൻ പറ്റാത്ത കൊണ്ട് 2 പേര് ഇവരുടെ കാലുകൾ ഇങ്ങനെ തങ്ങളുടെ കാലുകളോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെതയിലോട്ട് നടന്നു പോയി. മരിക്കുമ്പോൾ പോലും ഇവരെടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്ന ഒരു ആദരവ് നിശ്ചയിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് ചിതയിലേക്ക് വെക്കുന്നതിനേക്കാൾ മുമ്പേ കൂട്ടത്തില് പ്രായമുള്ളൊരു പാട്ടി വന്നിട്ട് ഇങ്ങനെ കർണത്തിലടിച്ചുകൊണ്ട് ഇങ്ങനെ പുലമ്പും, ആണും പെണ്ണും കെട്ടവനായിട്ട് നീ ഇനി വീണ്ടും പിറക്കരുത്. ഇത് വല്ലാത്ത കനം തരുന്ന വിചാരങ്ങളാണ്. അപ്പോൾ അങ്ങനെ പെട്ടുപോയ മനുഷ്യൻ. രണ്ടാമതായിട്ട് യേശു പറയുന്നു, അങ്ങനെ സമൂഹമാക്കിയവരുണ്ട്. ആണായിട്ടോ പെണ്ണായിട്ടോ ഒക്കെ സമൂഹം സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കുന്നവരുണ്ട്. അതിനൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത്. നേരത്തെ പറഞ്ഞ കണക്ക് വളരെ പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ പ്രത്യേക സമൂഹത്തെ ഏൽപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ചില പ്രത്യേക സമയങ്ങളിലൊക്കെ അവരങ്ങനെ കാസ്ട്രേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. വിശേഷിച്ചും റോമിലെ ഒരു ദേവാലയത്തിലെ പുരോഹിതന്മാര്, ആ ഒരു ട്രഡീഷണൽ റിലീജിയനിലെ പുരോഹിതന്മാര് നിശ്ചയമായിട്ടും അങ്ങനെ സ്വയം തങ്ങളുടെ ശാരീരിക പ്രത്യേകതകളിൽ നിന്ന് ഒരു തരത്തിൽ വിടുതൽ നേടുക എന്നുള്ളത് അതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു ബാധ്യതയായിരുന്നു. അപ്പം അങ്ങനെ സമൂഹമാക്കിയ മനുഷ്യര്. അതിനുമൊക്കെ നമ്മുടെ കാലത്ത് കൃത്യമായ വായനകളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇത്തിരി ഒരു ബാലിശത പറയുന്ന, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യങ്ങൾക്കകത്ത് ഇങ്ങനെ വൈകാരികതയോട് പ്രവർത്തിക്കുന്ന, വാവിട്ട് കരയുന്ന ഒരു ചെറുപ്പക്കാരനെയൊക്കെ നമ്മൾ ഇങ്ങനെ പെണ്ണൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇത്രയും പരിഹാസം പുലർത്തുന്ന ഒരു നാട് വേറെയില്ല. നമ്മുടെ ജനിതക അരിപ്പയില്, മലയാളിയുടെ ജനിതക അരിപ്പയില് നന്നായിട്ട് അടിഞ്ഞിട്ടുള്ള മോശപ്പെട്ട ഒരു പരലിന്റെ പേരാ പരിഹാസം. ലോകത്തൊരിടത്തും ഇത്രയും പരിഹസിക്കുന്ന മനുഷ്യരില്ല.
പിന്നെ ഒരു പെൺകുട്ടി ഇത്തിരി ബോൾഡൊക്കെ ആയിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, നാട്ടുമ്പുറങ്ങളിലെ പഴയ ഫലിതമുണ്ടല്ലോ, അവരാ മാപ്പിള എന്നുള്ളത്. കേൾക്കുമ്പോൾ തോന്നും ഒരു നസ്രാണിയുടെ ശുദ്ധമായ പേരാണെന്ന്. അല്ല, അത് ഒന്നുകൂടി ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും, അവരാണ് മാപ്പിള. വിശേഷിച്ചും ഇങ്ങനെ വീടിനകത്തൊക്കെ ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താക്കന്മാരെന്നൊക്കെ പറയുന്ന ഒരു കോമണായ കാഴ്ച. അത്തരം ചില സമയങ്ങളിൽ ഈ വീടിന്റെ ഉത്തരവാദിത്വം എടുത്ത് LICയുടെ ഏജന്റ് ആകുന്നു, അല്ലെങ്കിൽ പശുവിനെ വളർത്തുന്നു, ഇങ്ങനെ ചെറിയ ചെറിയ പണികളിൽ ഏർപ്പെട്ട കുഞ്ഞുങ്ങളാരെങ്കിലും ബുദ്ധിമുട്ടിക്കുമ്പോഴോ കമന്റ് പറയുമ്പോൾ അവരെ പോയിട്ട് ചീത്ത വിളിക്കുന്നു. ഇങ്ങനെ കുറച്ചിങ്ങനെ ജീവിക്കാൻ വേണ്ടി, സർവൈവലിന് വേണ്ടി ഇങ്ങനെ മുന്നോട്ട് വരുന്ന സ്ത്രീകളാണ്. എത്ര പെട്ടെന്നാണ് അവരെ പുരുഷായിട്ട് നമ്മൾ എണ്ണുക. പിന്നെ യേശു പറയുന്നു, സ്വയം അങ്ങനെ ആകാൻ തീരുമാനിച്ചവരുണ്ട് ദൈവരാജ്യത്തെ പ്രതി. ദൈവരാജ്യം എന്ന് പറയുന്നത് നീതി, സ്നേഹം, കരുണ, സമഭാവന തുടങ്ങിയ ഭംഗിയുള്ള ആശയങ്ങളുടെ പേരാ ദൈവരാജ്യം. അത്തരം ചില അനുഭവങ്ങൾക്ക് വേണ്ടി സ്വയം അങ്ങനെ നിശ്ചയിക്കാൻ വേണ്ടി നിന്നിട്ടുള്ള മനുഷ്യർ എത്രമാത്രം പേരാ. സയൻസില്, കലയില്, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരിൽ മിക്കവാറും പേര് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചവരാണെന്ന് നമുക്കറിയാം. വിശേഷിച്ച് പലയിടങ്ങളിലും, വിശേഷിച്ച് ഞങ്ങളുടെയൊക്കെ ഒരു ഇടങ്ങളിൽ, കൊച്ചി തുടങ്ങിയ ഇടങ്ങളിലൊക്കെ മിക്കവാറും ഇങ്ങനെ വീടിന് വേണ്ടി നിന്ന് പോയിട്ടുള്ള, കല്യാണം മറന്നു പോയിട്ടുള്ള ഒരു പുരുഷനോ സ്ത്രീയോ മിക്കവാറും 10 വീടിനിടയിൽ കാണും സ്വയം അങ്ങനെ ആകാൻ നിശ്ചയിച്ചവർ. പിന്നെ കാത്തലിക് ചർച്ചിനൊക്കെ വളരെ പരിചയമുള്ള വൈദികര്, സമർപ്പിതര് അപ്രകാരമായിരിക്കാൻ വേണ്ടി നിശ്ചയിച്ചവര്. ഭംഗിയുള്ള കാരണങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ചില ശാരീരിക പ്രത്യേകതകളെ ബോധപൂർവം വേണ്ടെന്ന് വെച്ചവര്. ഗാന്ധിയാണ് അത്തരം ചില അവസ്ഥകൾ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചത്. എന്താണ് സെലിബേറ്റ്സി, എന്താണ് ബ്രഹ്മചര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗാന്ധിയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ബൈ ബിക്കമിങ് എ ബ്രഹ്മചാരി എ മാൻ ബിക്കംസ് എ വുമൺ. ഒരു ബ്രഹ്മചാരി ആകുന്ന വഴിയായിട്ട് ഒരു പുരുഷൻ സ്ത്രീയാകാൻ പഠിക്കുക. അത്രയും സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകൾക്ക് മറ്റു സ്ത്രീകളോട് തോന്നുന്ന അത്രയും സ്വാതന്ത്ര്യം, തുറവി അത്തരം ഒരു പുരുഷനോട് അനുഭവപ്പെട്ടേക്കാം. അങ്ങനെ ജീവിച്ച ഇങ്ങനെ ആയിരക്കണക്കിന് ആ പുരുഷന്മാരും സ്ത്രീകളും ഭംഗിയായിട്ടാണ് യേശു ഇതിനെ വിവേചിക്കുന്നത്. യേശുവിൻ്റെ നിരീക്ഷണങ്ങളാണ്. ആദ്യകാലത്തിലെ നടപടി പുസ്തകത്തിനകത്ത് നമുക്കറിയാം, ക്രിസ്ത്യാനിറ്റിയിലോട്ട് ആദ്യം വന്ന പ്രധാനപ്പെട്ട ഒരാൾ ഈ പറഞ്ഞ ശക്തിപ്പെട്ട ആളാണ്, ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ഷണ്ടനായിരുന്നു. അവന് വേണ്ടി ദൈവം ഫിലിപ്പോസ് എന്ന് പറഞ്ഞ അപ്പോസ്തലനെ വളർത്തി. എന്നിട്ട് ഫിലിപ്പോസ് എന്ന് പറയുന്ന അപ്പോസ്തലനും അയാൾക്കുമിടയിലുള്ള സംഭാഷണത്തിനൊടുവിൽ പെട്ടെന്ന് രഥം നിർത്താനായിട്ട് ഈ മനുഷ്യൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ദാ ഉറവയുണ്ട്, എന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുക. എന്നിട്ട് ഈ മനുഷ്യനാണ് എത്യോപ്യ എന്ന രാജ്യത്ത് യേശുവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഭംഗിയുള്ള വിചാരങ്ങൾ കൈമാറിയെന്നാണ് പാരമ്പര്യം. അങ്ങനെ സഭയോടൊപ്പം ഉണ്ടായ പുത്രന്മാർക്കും പുത്രിമാർക്കും മീതെ വർത്തമാനകാലങ്ങളിൽ, വർത്തമാന സഭയിലൊക്കെ കൃത്യമായിട്ട് ഇടം കണ്ടെത്തുന്നുണ്ടോ? ഈ പറയുന്ന തൊഴുത്തിൽപ്പെടാത്തവരും എന്നോടൊപ്പം വേണമെന്ന് പറഞ്ഞ യേശുവിൻ്റെ ആഹ്വാനം നമ്മൾ പരിശോധിക്കുന്നുണ്ടോ? ഇച്ചിരിവാരുടെ ആ ഓർമ്മക്കുറിപ്പുകൾക്കകത്ത് വായിച്ചു കേൾക്കുന്ന കണക്ക് നമ്മൾ എന്തിനാണ് അവരെ ഇങ്ങനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത്?